കൂട്ടുകാർക്കും വെൽക്കം ബാക്ക് ടു ഫാമിലി മിനിറ്റ്സ്. അപ്പോൾ ഞാനൊരു സിമ്പിൾ ഫേസ് കെയർ റുട്ടീൻ ആയിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടില്ലേ. അപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു ഫേസ് കെയർ റുട്ടീൻ എൻ്റെ ഫേസിൽ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് വീക്കിലി 2 വട്ടമൊക്കെ ചെയ്യും. അപ്പോൾ നമുക്ക് നല്ലൊരു മാറ്റം വരും. നമ്മൾ മറ്റേ മോയ്സ്ചറൈസർ അതുപോലെ തന്നെ ഫേസ് വാഷ് ഒക്കെ ചെയ്യുന്നതിനെക്കാട്ടും എനിക്കൊരു ബെറ്റർ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. നമ്മുടെ വീട്ടിൽ അടുക്കളയിൽ തന്നെ ഉണ്ടാവുന്ന 2 ഇൻഗ്രീഡിയൻസ് എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാവും. കുറച്ച് തൈരും അതുപോലെ തന്നെ അരിപ്പൊടി. ഞാൻ 1 ടീസ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ 1 ടീസ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ എല്ലാവരുടെ വീട്ടിലും കിട്ടുന്നതല്ലേ. അപ്പോൾ നമുക്ക് നേരിട്ടിന് വീഡിയോയിലേക്ക് പോകാം. അപ്പോഴേക്ക് തൈരും അരിപ്പൊടിയും കൂടിയിട്ട് ഞാൻ മിക്സ് ചെയ്യാൻ പോവാം. അപ്പൊ നമ്മള് ഇതിൽ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കണ്ട. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൈരിനെക്കാട്ടും കുറവാണ് നമുക്ക് അരിപ്പൊടി എടുക്കേണ്ടത്. അപ്പോൾ ഇതിങ്ങനെ മിക്സ് ചെയ്യാം. ഒരു പേസ്റ്റ് രൂപത്തിൽ നമുക്ക് ആക്കാം. ആഴ്ചയിൽ 2 വട്ടം ചെയ്ത് കഴിഞ്ഞാൽ നല്ല ബെറ്റർ റിസൾട്ട്. 2 വട്ടം 3 വട്ടം ചെയ്യാം. ഇതിന് അത്ര സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഇൻഗ്രീഡിയൻസ് അല്ലേ. അപ്പോൾ നോക്കിയാൽ നന്നായി പേസ്റ്റ് മോഡൽ ആക്കിയിട്ടുണ്ട് ഞാൻ. ഇനി നമുക്കിത് നേരിട്ടിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ കണ്ണും ലിപ്പൊന്നും ഞാൻ ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ എപ്പോഴും ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ കഴുത്തിലും കൂടി അപ്ലൈ ചെയ്യാൻ കൊടുക്കും. നമ്മൾ കഴുത്തിലും കൂടി അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ ഫേസ് ഒരു കളറ്, കഴുത്ത് വേറൊരു കളറായിട്ട് വരും. അപ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇത് നല്ല മാറ്റം ഉണ്ടാവും കേട്ടോ. നമുക്ക് ആഴ്ചയിൽ ഒരു 2-3 വട്ടം നിങ്ങൾ ചെയ്തോ. ഞാനിപ്പോൾ തൽക്കാലം 2 വട്ടം ചെയ്യാറുള്ളൂ. അപ്പോൾ നമുക്ക് നല്ല മാറ്റം വരും. നല്ലൊരു ഗ്ലോ ഒക്കെ ഉണ്ട്, നാച്ചുറൽ ഒരു ഗ്ലോ ഒക്കെ വരും. പിന്നെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന സാധനമല്ലേ ഈ അരിപ്പൊടിയും തൈരും എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ചിലർക്കൊക്കെ ഇത് അറിയായിരിക്കും, പക്ഷെ ഇത് ഞാൻ എൻ്റെ ഒരു എന്താ പറയുക ഒരു വീക്കിലി റുട്ടീൻ പോലെ ഞാൻ എൻ്റെ ഫേസിൽ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ബ്ലാക്ക് ഹെഡ്സും കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പോവാൻ സഹായിക്കും. നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഒരു 10 മിനിറ്റ് ഒന്നും വേണ്ട വരില്ല. ഇതൊന്ന് ഡ്രൈ ആയി കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് വാഷ് ചെയ്ത് കളയാം. ഇതിപ്പോൾ കുളിക്കുന്നതിന് മുന്നേ ചെയ്യാം, നമുക്ക് ഇഷ്ടം പോലെ ചെയ്യാം. ഇപ്പം നമ്മളൊരു വെയിലത്തൊക്കെ പോയി വന്നോന്ന് വിചാരിക്കാം, പുറത്തൊക്കെ പോയി വരില്ലേ. അപ്പം നമ്മുടെ മുഖമൊക്കെ നന്നായി ടാൻ അടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ടാനൊക്കെ കളയാൻ വേണ്ടിയിട്ട് നമുക്കിത് അപ്ലൈ ചെയ്തിടാം. കുറച്ച് മെനക്കെട്ടാലും നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അല്ലേ, അത് കാരണം നമുക്ക് സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നും വരില്ല. നമുക്ക് ഈസി ആയിട്ട് ഇതാക്കാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് പോയിട്ട് ഫേസ് കഴുകാം. അപ്പോൾ 10 മിനിറ്റ് ഒന്നും ആയില്ല, അപ്പോഴേക്കും അതൊന്ന് ഡ്രൈ ആയി. നമ്മുടെ തൈരിനൊരു എണ്ണമയം, അതിൻ്റെ ഒരു നെയ്യിൻ്റെ ഒരു മയം ഉണ്ടാവില്ലേ. അപ്പോൾ അരിപ്പൊടിയായിട്ട് നമ്മളത് കുഴച്ച് നമ്മുടെ ഫേസിൽ ഇടുമ്പോൾ അതിന് നമുക്കൊരു നാച്ചുറൽ സ്ക്രബ്ബറാണ്. അപ്പോൾ നോക്കിയേ എൻ്റെ ഫേസ് എനിക്കൊരു ഗ്ലോ പോലെ തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളിതൊന്ന് ഡ്രൈ ആയി കഴിഞ്ഞ് ഡ്രൈ ആവാൻ നിൽക്കേണ്ട, അതിന് മുന്നേ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ ഓപ്പൺ പോൾസിൽ എന്തെങ്കിലും വല്ല ടാനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിപ്പോവും. അപ്പോൾ ഇത് ഞാൻ ചെയ്യുന്നൊരു വീക്കിലി ഞാൻ ചെയ്യുന്നൊരു ഫേസ് കെയർ റുട്ടീനാണ്. അപ്പോൾ എനിക്ക് അതിൻ്റെതായ നല്ല ബെറ്റർ റിസൾട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. അതാണ് ഞാൻ നിങ്ങളായിട്ട് ഇപ്പോൾ ഷെയർ ചെയ്തത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതിൻ്റെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ എന്നോട് പറയാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ ഒരു ദിവസം വരാം. ബൈ.